നമസ്കാരം. കുറ്റാന്വേഷണം 360ലേക്ക് സ്വാഗതം. കേരള പോലീസിലെ യഥാർത്ഥ നടപടിക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ തയ്യാറാക്കിയതാണ് ഇന്നത്തെ കേസ്. അന്വേഷണത്തിന്റെ സുരക്ഷയും ഇരകളുടെ സ്വകാര്യതയും കണക്കിലെടുത്ത് ഇതിലെ പേരുകളിലും സ്ഥലങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇതൊരു സാധാരണ കൊലപാതക കഥയല്ല. നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കുന്ന പലതിനും പിന്നിൽ മരണത്തിന്റെ ഗന്ധമുണ്ടെന്ന് ഈ കേസ് നിങ്ങളെ ബോധ്യപ്പെടുത്തും. രോഗം മാറ്റാൻ വരുന്നവർ നമ്മളെ ഒരു ലാബിലെ എലികളെപ്പോലെ പരീക്ഷണ വസ്തുക്കളാക്കി മാറ്റിയാലോ? നീതി ലഭിക്കാതെ പോയ ആ പാവം മനുഷ്യരുടെ നിലവിളികൾ ആ കാറ്റിൽ ഇപ്പോഴുമുണ്ട്. തയ്യാറല്ലേ ഡിവൈഎസ്പി രുദ്രൻ നായർക്കും സംഘത്തിനുമൊപ്പം ആ ഇരുളടഞ്ഞ കാട്ടുപാതകളിലേക്ക് ഇറങ്ങാൻ? വയനാടിന്റെ ഹൃദയഭാഗത്തുള്ള ആ താഴ്വരയിൽ മഞ്ഞ് പെയ്യുന്നത് ഒരു പുതപ്പ് പോലെയല്ല, മറിച്ച് എന്തോ ഒന്ന് ഒളിപ്പിച്ചു വെക്കാനുള്ള ശ്രമം പോലെയുമാണ്. പുലർച്ചെ 4 മണിക്ക് ആ ഊരിലെ നിശബ്ദത ഭേദിച്ചുകൊണ്ട് രുദ്രന്റെ കറുത്ത ബൊലേറോ വന്നു നിന്നു. രുദ്രൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അയാൾ തന്റെ ഫ്ലാസ്കിൽ നിന്ന് കടുപ്പമുള്ള കറുത്ത കാപ്പി ഒരു സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് പകർന്നു. പഞ്ചസാരയില്ലാത്ത ആ കാപ്പിയുടെ ഗന്ധം വയനാടൻ കാറ്റിൽ അലിഞ്ഞു ചേർന്നു. രുദ്രൻ കണ്ണുകളടച്ചു. അയാളുടെ മനസ്സ് ആ താഴ്വരയിലെ ഓരോ സ്പന്ദനവും അളക്കുകയായിരുന്നു. പിന്നാലെ കുഞ്ഞുമോൻ ഇറങ്ങി. അവൻ തന്റെ കൈത്തണ്ടയിലെ കറുത്ത ചരടിൽ ഒന്ന് മുറുക്കി പിടിച്ചു. ചുറ്റുമുള്ള വലിയ മരങ്ങൾ ഇരുട്ടിൽ അസ്ഥിപഞ്ജരങ്ങളെപ്പോലെ നിൽക്കുന്നത് കണ്ടപ്പോൾ അവന്റെ ഉള്ളിലൊന്ന് കാളി. സാറേ, ഈ സ്ഥലത്തിനൊരു പന്തികേടുണ്ട്. കുഞ്ഞുമോൻ പതുക്കെ മന്ത്രിച്ചു. ഈ മരങ്ങളൊന്നും അനങ്ങുന്നില്ല, കാക്കകൾ പോലും മിണ്ടുന്നില്ല. ഇത് മരണത്തിന്റെ മണമാണ് സാറേ. ഇവിടെ ഏതോ ആത്മാവ് ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. നമുക്കീ തറവാട്ടിലേക്ക് ഇപ്പോൾ തന്നെ കയറണോ? നേരം വെളുത്തിട്ട് പോയാൻ പോരെ? ഫെലിക്സ് തന്റെ ലാപ്ടോപ്പ് ബാഗുമായി പുറത്തിറങ്ങി. കുഞ്ഞുമോന്റെ വാക്കുകൾ കേട്ട് അയാൾ ഒരു പരിഹാസച്ചിരി ചിരിച്ചു. ആത്മാവോ? ഹോ, പ്ലീസ് കുഞ്ഞുമോൻ, നിന്റെ ഈ ഇടുക്കി നാട്ടുബുദ്ധി വെച്ച് ശാസ്ത്രത്തെ വെല്ലുവിളിക്കരുത്. ഇവിടെ ഈ വായുവിലെ ഓക്സിജൻ ലെവൽ കുറഞ്ഞതും ഈർപ്പം കൂടിയതുമാണ് നിനക്ക് തോന്നുന്ന ഈ അസ്വസ്ഥതയ്ക്ക് കാരണം. ഇതിനെ അറ്റ്മോസ്ഫിയറിക് ഡിപ്രഷൻ എന്ന് വിളിക്കും. അല്ലാതെ ഏതെങ്കിലും ആത്മാവ് വന്ന് നിന്റെ കഴുത്തിന് പിടിക്കാനൊന്നും പോകുന്നില്ല. ഫെലിക്സ് തന്റെ ലാറ്റക്സ് ഗ്ലൗസുകൾ ധരിക്കുമ്പോഴും അയാളുടെ മുഖത്ത് വല്ലാത്തൊരു വിളർച്ചയുണ്ടായിരുന്നു. മൃതദേഹങ്ങളുടെ ഗന്ധം ദൂരെ നിന്ന് തന്നെ അലോസരപ്പെടുത്തുന്നുണ്ട്. സ്കോട്ട്ലൻഡ് യാർഡിൽ എത്ര വലിയ ക്രൈം സീനുകൾ കണ്ടിട്ടുണ്ടെങ്കിലും വയനാട്ടിലെ ഈ വന്യതയിൽ അയാൾക്ക് വല്ലാത്തൊരു ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. ഫെലിക്സ്, നിന്റെ ശാസ്ത്രം ഈ മണ്ണിലേക്കൊന്ന് തെളിയിക്കൂ, രുദ്രൻ ശാന്തമായി പറഞ്ഞു. അവർ ആദിവാസി മൂപ്പൻ മാധവന്റെ കുടിലിനു മുന്നിലെത്തി. 3 മൃതദേഹങ്ങൾ. മാധവൻ, വിഷ്ണു, ചിന്നമ്മ. 3 പേരും ഒരേ രീതിയിൽ വീണുകിടക്കുന്നു. അവരുടെ മുഖത്ത് വല്ലാത്തൊരു ഭയം തളം കെട്ടി നിൽക്കുന്നുണ്ട്. പക്ഷെ ശരീരത്തിൽ ഒരൊറ്റ പോറലോ രക്തത്തുള്ളിയോ ഇല്ല. കുഞ്ഞുമോൻ ഒരു ചെറിയ ടോർച്ചെടുത്ത് മുറ്റത്തേക്ക് തെളിച്ചു. സാറേ, ഇത് നോക്കൂ. മുറ്റത്തെ നനഞ്ഞ മണ്ണിൽ വിചിത്രമായ ചില അടയാളങ്ങൾ. മണ്ണ് കുഴിച്ചതല്ല, മറിച്ച് ആരോ അവിടെ പതുക്കെ വരച്ചു ചേർത്തതുപോലെ. ചില വൃത്തങ്ങളും അതിനുള്ളിലെ വിചിത്രമായ ചിഹ്നങ്ങളും. ഫെലിക്സ് കുനിഞ്ഞിരുന്ന് തന്റെ ഡിജിറ്റൽ സ്കാനർ ആ അടയാളങ്ങൾക്ക് മുകളിലൂടെ ചലിപ്പിച്ചു. ഇതൊരു പുരാതനമായ ഗോത്രലിപിയാണോ? നോക്കൂ രുദ്ര, ഇതിലെ ലൈനുകൾക്ക് വല്ലാത്തൊരു ജ്യാമിതീയ കൃത്യതയുണ്ട്, ജിയോമെട്രിക് പ്രസിഷൻ. സാധാരണ ഒരു മനുഷ്യന് ഇരുട്ടത്ത് ഇത്രയും പെർഫെക്റ്റായി ഇത് വരയ്ക്കാൻ കഴിയില്ല. കുഞ്ഞുമോൻ കുരിശു വരച്ചു. ഇത് ദൈവം വരച്ചതാ സാറേ. മൃത്യുവിന്റെ ഗുഹയിൽ നിന്ന് മുത്തപ്പൻ ഇറങ്ങി വന്നതാ. മാധവൻ മൂപ്പൻ കാടിന്റെ നിയമങ്ങൾ ലംഘിച്ചു. അതുകൊണ്ട് ആ കാറ്റു വന്നവരെ കൊണ്ടുപോയി. നാട്ടുകാർ പറയുന്നത് ശരിയാ, ഇത് ശാപമേറ്റ കാറ്റാണ്. രുദ്രൻ ഒന്നും മിണ്ടിയില്ല. അയാൾ കുനിഞ്ഞിരുന്ന് ആ മണ്ണിൽ അടയാളങ്ങളുള്ള മണ്ണിൽ നിന്നും അല്പമെടുത്ത് തന്റെ കയ്യിലിരുന്ന ചെറിയ ഗ്ലാസ് ട്യൂബിലിട്ടു. കാറ്റിനു കൊല്ലാമെങ്കിൽ അതിന് ചില കാരണങ്ങളുണ്ടാകും കുഞ്ഞുമോൻ. ദൈവം നേരിട്ടു വന്ന ആരെയും ശ്വാസം മുട്ടിക്കില്ല. മണ്ണിലെ ഈ അടയാളങ്ങൾ ആരോ മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ്. പക്ഷെ എന്തിന്? രുദ്രൻ കുടിലിന്റെ വാതിൽക്കലേക്ക് നടന്നു. ജനൽപ്പാളികളിൽ പറ്റിപ്പിടിച്ചിരുന്ന നേർത്ത പച്ച നിറത്തിലുള്ളൊരു പൊടി അയാൾ ശ്രദ്ധിച്ചു. വിരലുകൾ കൊണ്ട് തൊട്ടു നോക്കിയപ്പോൾ വല്ലാത്തൊരു തരിപ്പ് അനുഭവപ്പെട്ടു. ഫെലിക്സ്, ഈ പൊടി ഒന്ന് വിശകലനം ചെയ്യൂ. ഇത് വെറുമൊരു പൂപ്പലല്ല, ഇതൊരു രാസവസ്തുവാണ്. ആ രാത്രി ഈ കുടിലിലേക്ക് വീശിയ കാറ്റിൽ ആരോ ഈ വിഷം കലർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് നിലവിളിക്കാൻ പോലും സമയം കിട്ടാത്തത്. കുഞ്ഞുമോൻ ചുറ്റും നോക്കി. സാറേ, ഇവിടെ വല്ലാത്തൊരു ഗന്ധം, ഏതോ മരുന്നിന്റെ മണം പോലെ. അതേ കുഞ്ഞുമോൻ, അതൊരു സൂചനയാണ്. രുദ്രൻ എഴുന്നേറ്റ് നിന്ന് കാട്ടിന്റെ വടക്കുഭാഗത്തേക്ക് നോക്കി. അവിടെ ഇരുട്ടിൽ മൃത്യുവിന്റെ ഗുഹ ഒരു ഭീമാകാരനായ രാക്ഷസനെപ്പോലെ തലയുയർത്തി നിൽക്കുന്നു. ആ ഗുഹയിൽ നിന്ന് വീശുന്ന കാറ്റാണ് ഇവരെ കൊന്നത്.
പക്ഷേ ആ കാറ്റിനെ നയിക്കാൻ ഒരു ബുദ്ധിയുണ്ട്. ഫെലിക്സ് തന്റെ ടാബ്ലറ്റിലെ ഗ്രാഫുകൾ നോക്കി. രുദ്ര, കാറ്റിലെ ഓക്സിജൻ ലെവൽ അസ്വാഭാവികമായി മാറിയിട്ടുണ്ട്. ഇവിടെ ആരോ ഒരു വിൻഡ് ടണൽ ഇഫക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. അതായത് കാറ്റ് കൃത്യമായി ഈ കുടിലിലേക്ക് അടിക്കുന്ന രീതിയിൽ മരങ്ങളുടെയും ഭൂപ്രകൃതിയുടെയും ക്രമം മാറ്റിയിരിക്കുന്നു. കുഞ്ഞുമോൻ പെട്ടെന്ന് തന്റെ പോക്കറ്റിൽ നിന്നൊരു പൊതിയെടുത്തു. സാറേ, എന്റെ വയറ്റിലൊരു കാളലാണ്. നല്ല വയനാടൻ ഉണ്ണിയപ്പമുണ്ട്. ഇത് കഴിച്ച് നമുക്ക് ആലോചിക്കാം. വിശന്നിരുന്നാൽ ബുദ്ധി പ്രവർത്തിക്കില്ല. ഫെലിക്സ് നെറ്റിചുളിഞ്ഞു. ഉണ്ണിയപ്പമോ? കുഞ്ഞുമോൻ, 3 പേരിവിടെ ശ്വാസം മുട്ടി മരിച്ചു കിടക്കുന്നു. ആ ബോഡിയുടെ സ്മെൽ നിന്റെ വാഗസ് നെർവിനെ തളർത്തുന്നില്ലേ? എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. സ്കോട്ട്ലാൻഡ് യാർഡിൽ ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് ആഹാരത്തെക്കുറിച്ച് ചിന്തിക്കാറേയില്ല. ഡോക്ടറെ, ഈ വയനാടൻ കാട്ടിൽ ഉണ്ണിയപ്പം ഒരുതരം സുരക്ഷയാണ്. ഇത് കഴിച്ചാൽ വല്ലാത്തൊരാശ്വാസം കിട്ടും. കുഞ്ഞുമോൻ ഒരു ഉണ്ണിയപ്പം രുദ്രന് നേരെ നീട്ടി. രുദ്രൻ അത് വാങ്ങിയില്ല, പക്ഷെ പതുക്കെ പുഞ്ചിരിച്ചു. കുഞ്ഞുമോൻ പറഞ്ഞത് ശരിയാണ് ഫെലിക്സ്. നമുക്ക് ഊർജം വേണം. കാരണം നമ്മളിനി പോകാൻ പോകുന്നത് ആ ഗുഹയിലേക്കാണ്. അവിടെ നമ്മളെ കാത്തിരിക്കുന്നത് വെറുമൊരു ശാപമല്ല. രുദ്രൻ തന്റെ ഡയറിയിൽ പതുക്കെ എഴുതി. കാറ്റു പറയുന്ന രഹസ്യങ്ങൾ സത്യമാകണമെന്നില്ല, പക്ഷെ മണ്ണു പറയുന്നത് എന്നും സത്യമായിരിക്കും. ഈ മണ്ണിലെ ചിഹ്നങ്ങൾ നമ്മുടെ അടുത്ത ലക്ഷ്യത്തിലേക്കുള്ള വഴികാട്ടിയാണ്. രുദ്രൻ ആ ഇരുട്ടിലേക്ക് നോക്കി. കാറ്റിൽ ആരോ മന്ത്രിക്കുന്നതുപോലെ അയാൾക്ക് തോന്നി. ആ നിഴലുകൾക്ക് ജീവനുണ്ടോ? അതോ അത് തന്റെ മനസ്സിന്റെ തോന്നലോ? വയനാട്ടിലെ ഈ മന്ത്രിക്കുന്ന നിഴലുകൾക്ക് ഇനി അധിക നേരം ഒളിച്ചിരിക്കാൻ കഴിയില്ല. വയനാട്ടിലെ സൂര്യപ്രകാശത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് മഞ്ഞിനെ കീറിമുറിച്ചല്ല വരുന്നത്, മറിച്ച് പതുക്കെ തലോടി ഉണർത്തുകയാണ് ചെയ്യുന്നത്. ഊരിലെ ആ പഴയ സ്കൂൾ കെട്ടിടത്തിലാണ് രുദ്രനും സംഘവും തങ്ങളുടെ താൽക്കാലിക ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നത്. രുദ്രൻ സ്കൂളിന്റെ വരാന്തയിൽ തന്റെ കസേരയിലിരുന്ന് ഡയറിയിൽ എന്തോ കുറിക്കുകയാണ്. അയാളുടെ മുന്നിൽ ആ തണുത്ത അന്തരീക്ഷത്തിലും ആവി പറക്കുന്ന കാപ്പിയുണ്ട്. പഞ്ചസാരയില്ലാത്ത ആ കയ്പ് അയാളുടെ ചിന്തകളെ കൂടുതൽ മൂർച്ചയുള്ളതാക്കുന്നു. അല്പമകലെ സ്കൂൾ വരാന്തയുടെ മൂലയിൽ ഫെലിക്സ് തന്റെ ഡിജിറ്റൽ ലാബ് സജ്ജീകരിച്ചിരിക്കുകയാണ്. അത്യാധുനികമായ സ്പെക്ട്രോസ്കോപ്പിക് സ്കാനറുകളും ലാപ്ടോപ്പുകളും ആ പഴയ ക്ലാസ് മുറിയെ ഒരു വിദേശ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഓഫീസ് പോലെ മാറ്റിയിരിക്കുന്നു. തന്റെ എവിഡൻസ് ബാഗുകൾ നിറമനുസരിച്ച് കൃത്യം 2 സെന്റിമീറ്റർ അകലത്തിൽ അടുക്കിവെക്കുന്ന തിരക്കിലാണ് ഫെലിക്സ്. കുഞ്ഞുമോൻ, ആ പരിപ്പുവടയുടെ എണ്ണ എന്റെ കീബോർഡിലാക്കരുത്, ഫെലിക്സ് ദേഷ്യത്തോടെ വിളിച്ചു പറഞ്ഞു. കുഞ്ഞുമോൻ ഒരു കടലാസ് പൊതിയുമായി അകത്തേക്ക് കയറി വന്നു. സാറേ, ഇത് സാധാരണ പരിപ്പുവടയല്ല. ഈ ഊരിലെ വള്ളിയമ്മയുണ്ടാക്കിയ സ്പെഷ്യൽ സാധനമാണ്. ഇതിൽ കുറച്ച് കാട്ടുജീരകം കൂടി ചേർത്തിട്ടുണ്ട്. ഒന്ന് കഴിച്ചു നോക്ക് ഡോക്ടറെ. നിങ്ങളുടെ ആ വാഗസ് നെർവ് അപ്പോൾ തന്നെ ശാന്തമാകും. ഫെലിക്സ് തന്റെ സാനിറ്റൈസർ എടുത്ത് കൈകൾ വൃത്തിയാക്കി. വാഗസ് നെർവിനെ ശാന്തമാക്കാൻ ജീരകം പോര കുഞ്ഞുമോൻ. ഈ സ്ഥലത്തിന്റെ ഹൈജീൻ കണ്ടാൽ സ്കോട്ട്ലൻഡ് യാർഡിലെ എന്റെ പഴയ പ്രൊഫസർക്ക് ഹാർട്ട് അറ്റാക്ക് വരും. ഈ പച്ചപ്പൊടിയുടെ സാമ്പിൾ ഞാൻ സ്കാൻ ചെയ്തു കഴിഞ്ഞു. ഇത് വെറുമൊരു മരുന്നല്ല. രുദ്രൻ തന്റെ ഡയറി അടച്ചുവെച്ച് അവരുടെ അടുത്തേക്ക് വന്നു. എന്താണ് ഫെലിക്സ് നിന്റെ കണ്ടെത്തൽ? രുദ്ര, ഇതൊരു ന്യൂറോടോക്സിൻ പ്രിക്കേഴ്സറാണ്. സാധാരണ കീടനാശിനികളിൽ കാണുന്നതിനേക്കാൾ 100 ഇരട്ടി വീര്യമുള്ള ഒരു രാസവസ്തു. ഇത് ശ്വസിച്ചാൽ സെക്കൻഡുകൾക്കുള്ളിൽ മനുഷ്യന്റെ ശ്വാസകോശത്തിലെ പേശികൾ മരവിക്കും. അതുകൊണ്ടാണ് മാധവൻ മൂപ്പന് സഹായത്തിനായി വിളിക്കാൻ പോലും കഴിയാതിരുന്നത്. രുദ്രൻ ജനലിലൂടെ പുറത്തെ മലനിരകളിലേക്ക് നോക്കി. മാധവൻ മൂപ്പൻ ഒരു സാധാരണ ആദിവാസിയായിരുന്നില്ല ഫെലിക്സ്. അയാൾ ഈ കാടിന്റെ വിജ്ഞാനകോശമായിരുന്നു. വൻകിട മരുന്നു കമ്പനികൾ വർഷങ്ങളായി അയാളുടെ പുറകെയായിരുന്നു. സെനിത് ഫാർമ എന്ന കമ്പനി മാധവന് വലിയൊരു തുക വാഗ്ദാനം ചെയ്തിരുന്നുവെന്ന് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. കുഞ്ഞുമോൻ പരിപ്പുവട ചവയ്ക്കുന്നത് നിർത്തി. സാറേ, നാട്ടുകാർ പറയുന്നത് വേറെയൊന്നാണ്. ഈ വനത്തിനുള്ളിൽ ഒരു പഴയ പള്ളിയറയുണ്ടത്രേ. അവിടെ പുരാതനമായ സ്വർണ്ണ നാണയങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് വള്ളിയമ്മ പറഞ്ഞു. വിഷ്ണുവും ചിന്നമ്മയും കഴിഞ്ഞ ഒരാഴ്ചയായി ആ ഭാഗത്ത് ചുറ്റിക്കറങ്ങുന്നുണ്ടായിരുന്നുവെന്ന് വള്ളിയമ്മ പറഞ്ഞു. രുദ്രൻ പുഞ്ചിരിച്ചു. മനുഷ്യന്റെ അത്യാഗ്രഹം സ്വർണത്തിലായാലും മരുന്നിലായാലും ഫലം ഒന്നുതന്നെയാണ് കുഞ്ഞുമോൻ, മരണം. രാഹുൽ എവിടെ? ചിന്നമ്മയുടെ മകൻ. അവൻ നഗരത്തിൽ പോയിരിക്കുകയാണ് സാറേ. ചിന്നമ്മ മരിച്ച വിവരമറിഞ്ഞ് അവൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞു. അവനൊരു വലിയ കെമിസ്റ്റാണെന്നാണ് കേട്ടത്. കുഞ്ഞുമോൻ വേഗം പുറത്തേക്കോടി. സാറേ, ആരോ അവിടെ വീണുകിടക്കുന്നു. രുദ്രനും ഫെലിക്സും പിന്നാലെ ഓടി. സ്കൂൾ മൈതാനത്ത് ആരോ പിടയുന്നുണ്ടായിരുന്നു. അയാളുടെ വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞിരിക്കുന്നു. മുഖം നീല നിറമായി മാറിക്കഴിഞ്ഞിരുന്നു. അയാൾ കാട്ടിൽ നിന്നോടി വന്നതാണെന്ന് തോന്നും.
ഡോക്ടറെ നോക്കൂ, ഇതും അതേ ലക്ഷണം തന്നെയാണ് കുഞ്ഞുമോൻ വിളിച്ചു പറഞ്ഞു. ഫെലിക്സ് തന്റെ എമർജൻസി കിറ്റുമായി അയാളുടെ അടുത്തേക്ക് കുനിഞ്ഞിരുന്നു. രുദ്ര, ഇയാൾ മരിക്കുകയാണ്. ഇയാളുടെ ശരീരത്തിലും അതേ രാസഗന്ധമുണ്ട്. കാറ്റു വീശുന്നതിനു മുൻപ് തന്നെ ഇയാൾക്ക് നേരിട്ട് ആ വിഷമേറ്റിട്ടുണ്ട്. രുദ്രൻ അയാളുടെ കയ്യിലിരുന്ന ഒരു ചെറിയ കഷ്ണം കടലാസ് ശ്രദ്ധിച്ചു. അത് ആ പഴയ ഭൂപടത്തിന്റെ ഒരു ഭാഗമായിരുന്നു. വെറും കാട്ടിലേക്കല്ല, ഒരു കൊലയാളിയുടെ ലബോറട്ടറിയിലേക്കാണ്. രുദ്രൻ തന്റെ കറുത്ത കാപ്പി ഫ്ലാസ്കിൽ നിന്ന് ബാക്കിയുള്ള കാപ്പി പകർന്നു കുടിച്ചു. ആ കയ്പ് അയാളുടെ ഞരമ്പുകളെ ഉണർത്തി. അയാൾ തന്റെ മഹീന്ദ്ര ബൊലീറോയുടെ താക്കോൽ കയ്യിലെടുത്തു. പാലക്കാട് ഒരു ചൊല്ലുണ്ട് കുഞ്ഞുമോനെ, പാലം കുലുങ്ങിയാലും മാല കുലുങ്ങരുത്. എത്ര വലിയ നിഴലുകൾ നമ്മളെ പിന്തുടർന്നാലും സത്യത്തിന്റെ വെളിച്ചം നമ്മൾ കണ്ടെത്തും. വയനാട്ടിലെ ആ താഴ്വരയിൽ പുതിയൊരു മരണത്തിന്റെ നിഴൽ പടരുകയായിരുന്നു. അന്വേഷണം അതിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി കാറ്റുമാത്രമല്ല, മണ്ണും നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. രാത്രി 11 മണിയോടടുക്കുന്നു. വയനാടൻ കാടിന്റെ ഉള്ളിൽ നിന്നുള്ള തണുത്ത കാറ്റ് ആ പഴയ സ്കൂൾ കെട്ടിടത്തിന്റെ ജനൽപ്പാളികളെ വിറപ്പിക്കുന്നുണ്ടായിരുന്നു. രുദ്രൻ തന്റെ മേശപ്പുറത്ത് ആ രാത്രിയിലെ സമയരേഖ വീണ്ടും വീണ്ടും പരിശോധിക്കുകയായിരുന്നു. അയാളുടെ ഡയറിയിലെ വരികൾക്ക് വെളിച്ചമേകാൻ ഒരു ചെറിയ റാന്തൽ വിളക്ക് മാത്രം. ഫെലിക്സ്. ഈ സമയരേഖയിൽ എവിടെയോ ഒരു കണ്ണാടി ബിംബം പോലെ മറ്റൊരു സത്യം ഒളിഞ്ഞിരിപ്പുണ്ട്, രുദ്രൻ ശാന്തമായി പറഞ്ഞു. ഫെലിക്സ് തന്റെ ലാപ്ടോപ്പിൽ നിന്ന് കണ്ണെടുക്കാതെ മറുപടി നൽകി. രുദ്ര, ഡേറ്റ പ്രകാരം രാത്രി 12:45 കാറ്റിന്റെ വേഗതയും വിഷാംശവും അതിന്റെ പരമാവധിയിലെത്തിയത്. അതിനു മുൻപ് ഊരിലെല്ലാവരും അഗാധ നിദ്രയിലായിരുന്നു. ഇതിനർത്ഥം കൊലയാളി ആദ്യം ഒരു തരം സ്ലീപ്പിംഗ് ഏജന്റ് വായുവിൽ കലർത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് മാരകമായ ആ വിഷവാതകം കടത്തിവിട്ടത്. അപ്പോഴാണ് കുഞ്ഞുമോൻ 3 ഗ്ലാസ് കടുപ്പമുള്ള ചുക്കുകാപ്പിയുമായി അകത്തേക്ക് വന്നത്. സാറേ, ഈ ചുക്കുകാപ്പി കുടിക്കൂ. ആ ഡോക്ടർ പറയുന്ന സ്ലീപ്പിംഗ് ഏജന്റിനേക്കാൾ കരുത്തുണ്ട് എന്റെ ചുക്കിന്. ഇതൊന്നു കുടിച്ചാൽ ഉറക്കം പമ്പ കടക്കും. പിന്നെ പുറത്തെ ആ കാറ്റിന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ ആർക്കെങ്കിലും ഉറക്കം വരുമെന്നെനിക്ക് തോന്നുന്നില്ല. ഫെലിക്സ് ചുക്കുകാപ്പി വാങ്ങിയൊന്ന് മണത്തു നോക്കി. കുഞ്ഞുമോൻ, ഇന്റെ ഈ ചുക്കുകാപ്പിയിലെ ഇഞ്ചിയുടെ അളവ് എന്റെ വേഗസ് നെർവിനെ അല്പം കൂടി അസ്വസ്ഥമാക്കുന്നുണ്ട്. സ്കോട്ട്ലൻഡ് യാർഡിൽ രാത്രി പെട്രോളിങ്ങിന് പോകുമ്പോൾ ഞങ്ങൾ കഫീൻ ഗുളികകളാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷെ നിന്റെ നിർബന്ധമാണല്ലോ, ഞാനിതൊന്ന് പരീക്ഷിക്കാം. ജനലിനു പുറത്ത് കറുത്ത രൂപങ്ങൾ വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു. ഡ്രോണുകളിൽ നിന്ന് നേർത്ത ഒരു പുക പുറത്തേക്ക് വരുന്നത് രുദ്രൻ കണ്ടു. എല്ലാവരും ഓക്സിജൻ മാസ്ക് ധരിക്കൂ. കുഞ്ഞുമോൻ, വേഗം വാതിലുകൾ അടയ്ക്കൂ. രുദ്രൻ അലറി. കുഞ്ഞുമോൻ ചാടി എഴുന്നേറ്റ് സ്കൂളിന്റെ ഓരോ ജനലുകളും വാതിലുകളും അടച്ചു. ഫെലിക്സ് തന്റെ ലാപ്ടോപ്പുമായി രുദ്രന്റെ അടുത്തേക്ക് നീങ്ങി. അവർ നമ്മളെ ആക്രമിക്കുകയാണ്. രാഹുൽ ഗുഹയിൽ നിന്ന് തന്റെ ഡ്രോണുകളെ നിയന്ത്രിക്കുകയാണ്. രുദ്രൻ തന്റെ കയ്യിലിരുന്ന ടോർച്ച് ആകാശത്തേക്ക് തെളിച്ചു. ഡ്രോണുകളുടെ തിളങ്ങുന്ന ചുവന്ന കണ്ണുകൾ അവർക്ക് താഴെ നിഴലുകൾ വരച്ചു. ഫെലിക്സ്, നിന്റെ സർവേലൻസ് കിറ്റ് ഓൺ ചെയ്യൂ. നമുക്ക് അവരുടെ കൺട്രോൾ കട്ട് ചെയ്യണം. ഇല്ല രുദ്ര, അവർ ഫ്രീക്വൻസി ഹോപ്പിംഗ് ആണ് ഉപയോഗിക്കുന്നത്. എന്റെ സാധാരണ ജാമറിന് ഇത് പിടിക്കാൻ കഴിയില്ല. നമ്മൾ ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. സാറേ, ഞാൻ പുറത്തിറങ്ങി ആ ഡ്രോണിനെ കല്ലെറിഞ്ഞ് വീഴ്ത്തട്ടെ? കുഞ്ഞുമോൻ തന്റെ ഇടുക്കി കൈക്കരുത്ത് പുറത്തെടുത്തു. വേണ്ട കുഞ്ഞുമോൻ, ആ പുക ശ്വസിച്ചാൽ നിമിഷങ്ങൾക്കുള്ളിൽ നീ മരവിക്കും. രുദ്രൻ ശാന്തനായി നിന്നു. അവൻ തന്റെ ഡയറിയിലെ ആ ഭൂപടത്തിലേക്ക് നോക്കി. മൃത്യുവിന്റെ ഗുഹ, അവിടെയാണിതിന്റെ ഉറവിടം. നമ്മൾ അങ്ങോട്ട് പോയേ തീരൂ. ഈ സ്കൂൾ ഇപ്പോൾ ഒരു വിഷവാതക അറയായി മാറിക്കഴിഞ്ഞു. നമുക്ക് പുറകുവശത്തെ കാടുവഴിയുള്ള നടപ്പാതയിലൂടെ പോകാം. ഫെലിക്സ്, നിന്റെ സർവേലൻസ് കിറ്റ് എടുക്കൂ. കുഞ്ഞുമോൻ, വണ്ടി വേണ്ട, നമ്മൾ കാൽനടയായാണ് പോകുന്നത്. വയനാട്ടിലെ ആ ഇരുണ്ട രാത്രിയിൽ രുദ്രനും സംഘവും മരണത്തിന്റെ ഗുഹയിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു. തങ്ങളെ കാത്തിരിക്കുന്നത് വെറുമൊരു കൊലയാളിയല്ല, മറിച്ച് സാങ്കേതിക വിദ്യയുടെ ചിറകുള്ള ഒരു സൈന്യമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കാറ്റിൽ മന്ത്രിക്കുന്ന ആ നിഴലുകൾ ഇപ്പോൾ രുദ്രന്റെ മുന്നിൽ വ്യക്തമാകാൻ തുടങ്ങിയിരിക്കുന്നു. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ വയനാടൻ കാട് വല്ലാത്തൊരു ഭീകരത കൈവരിച്ചിരുന്നു. മഞ്ഞും മഴയും ചേർന്ന് കാഴ്ചയെ മറയ്ക്കുമ്പോൾ രുദ്രനും സംഘവും ആ ഇടുങ്ങിയ നടപ്പാതയിലൂടെ മൃത്യുവിന്റെ ഗുഹ ലക്ഷ്യമാക്കി നീങ്ങി. മുന്നിൽ രുദ്രൻ തന്റെ കയ്യിലുള്ള ലേസർ ടോർച്ച് വഴിതെളിക്കുന്നു. പിന്നാലെ തന്റെ വിലപിടിപ്പുള്ള ഫോറൻസിക് ബാഗ് നനയാതെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഫെലിക്സും. ഏറ്റവും ഒടുവിൽ ഒരു വലിയ വടിയം കയ്യിലേന്തി ചുറ്റും സംശയത്തോടെ നോക്കി കുഞ്ഞുമോനും. സാറേ, നമ്മളീ പോകുന്നത് അത്ര നല്ല ഇടത്തേക്കല്ല, കുഞ്ഞുമോൻ പതുക്കെ മന്ത്രിച്ചു.
അവൻ തന്റെ കരിത്തണ്ടയിലെ കറുത്ത ചരടിൽ ഒന്നുകൂടി മുറുക്കി പിടിച്ചു. ഈ ഗുഹയുടെ പേര് തന്നെ മൃത്യുവിന്റെ ഗുഹയെന്നാണ്. പഴയ ആൾക്കാർ പറയുന്നത് അവിടെ അദൃശ്യരായ കാവൽക്കാരുണ്ടെന്നാണ്. നമ്മൾ ഈ രാത്രിയിൽ അങ്ങോട്ട് ചെല്ലുന്നത് മുത്തപ്പൻ ഇഷ്ടപ്പെടുമോ ആവോ? ഫെലിക്സ് ഒരു വലിയ മരത്തിന്റെ വേരിൽ തട്ടി വീഴാൻ പോയി. അയാൾ ദേഷ്യത്തോടെ തന്റെ കോട്ടിലെ ചെളി തുടച്ചു മാറ്റി. ഓ, മുത്തപ്പനും നിന്റെ അദൃശ്യ കാവൽക്കാരും. കുഞ്ഞുമോൻ, ഈ ചെളിയും അട്ടകളും എന്റെ വാഗസ് നെർവിനെ എത്രത്തോളം അലോസരപ്പെടുത്തുന്നുണ്ടെന്ന് നിനക്കറിയാമോ? സ്കോട്ട്ലൻഡ് യാർഡിൽ ഞങ്ങൾ ഹൈടെക് സർവെയിലൻസ് വാനുകളിലിരുന്നാണ് ഇത്തരം മിഷനുകൾ പ്ലാൻ ചെയ്യുന്നത്. അല്ലാതെ ഈ നടുരാത്രിയിൽ കാട്ടിലൂടെ ചെളി വാരിയെറിഞ്ഞല്ല. ഡോക്ടറെ, ലണ്ടനിലെ കാട്ടിൽ അട്ടയുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ വയനാട്ടിലെ അട്ടയ്ക്ക് നിങ്ങളുടെ ആ ലണ്ടൻ ഡിഗ്രി ഒന്നും അറിയില്ല. അത് രക്തം കുടിക്കും. കുഞ്ഞുമോൻ തന്റെ പോക്കറ്റിൽ നിന്നൊരു പൊതിയെടുത്തു. ഇതാ, ഇത്തിരി ഉപ്പും പുകയിലയും കരുതിയിട്ടുണ്ട്. കാലിൽ അട്ട കയറിയാൽ ഇത് വെച്ചാൽ മതി. പിന്നെ വിശക്കുന്നുണ്ടെങ്കിൽ ഇതാ ഒരു കഷ്ണം ശർക്കരയുണ്ട്. കാട്ടിലൂടെ നടക്കുമ്പോൾ ക്ഷീണം മാറാൻ ഇതാണ് നല്ലത്. ഫെലിക്സ് ആ ശർക്കര കഷ്ണം അവജ്ഞയോടെ നോക്കി. ഹൈജീനിക് അല്ലാത്ത ആഹാരം കഴിച്ച് എനിക്ക് വയറിന് അസുഖം വരുത്താൻ വയ്യ. രുദ്ര, നമ്മൾ എത്ര ദൂരം കൂടി നടക്കണം? എന്റെ ടാബ്ലറ്റിലെ സിഗ്നലുകൾ കാണിക്കുന്നത് നമ്മൾ ആ മിൻ ടണലിന്റെ തൊട്ടടുത്താണെന്നാണ്. രുദ്രൻ പെട്ടെന്ന് നിന്നു. അവൻ തന്റെ കൈ ഉയർത്തി അവർക്ക് നിൽക്കാൻ ആംഗ്യം കാണിച്ചു. എല്ലാവരും നിശബ്ദരായി. ശ്രദ്ധിക്കൂ, കാറ്റിനിപ്പോൾ ഒരു താളമുണ്ട്. രുദ്രൻ മരങ്ങൾക്കിടയിലൂടെ ദൂരേക്ക് ചൂണ്ടി. അവിടെ വലിയ ലോഹപ്പാളികൾ മരങ്ങൾക്കിടയിൽ വച്ചുപിടിപ്പിച്ചിരിക്കുന്നത് ടോർച്ച് വെളിച്ചത്തിൽ കണ്ടു. ഞാൻ പറഞ്ഞത് ശരിയാണ് ഫെലിക്സ്. അവർ വനത്തിന്റെ ഭൂപ്രകൃതിയെ ഒരു മെഷീൻ പോലെ മാറ്റിയിരിക്കുന്നു. ഈ ലോഹപ്പാളികളാണ് കാറ്റിനെ ഒരു പ്രത്യേക ദിശയിലേക്ക് തിരിച്ചുവിടുന്നത്. അവർ ഗുഹയുടെ കവാടത്തിലെത്തി. പാറകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ആ വലിയ മാളത്തിന് വല്ലാത്തൊരു ഭയാനകതയുണ്ടായിരുന്നു. വായുവിൽ അമോണിയയുടെയും ഫോർമാൽഡിഹൈഡിന്റെയും രൂക്ഷമായ ഗന്ധം പടർന്നു നിൽക്കുന്നു. അകത്തേക്ക് പോകുന്തോറും ഗുഹയുടെ വീതി കൂടി വന്നു. സാധാരണ ഗുഹകളിൽ നിന്ന് വ്യത്യസ്തമായി അവിടെ ഭിത്തികളിൽ വയറുകളും ചെറിയ സെൻസറുകളും ഘടിപ്പിച്ചിരുന്നു. രുദ്ര, ഇതൊരു വെറും ഗുഹയല്ല, ഇതൊരു വലിയ വിൻഡ് ടണൽ പരീക്ഷണശാലയാണ്. ഫെലിക്സ് തന്റെ ഡിജിറ്റൽ സ്കാനർ ഉപയോഗിച്ച് ഭിത്തികൾ പരിശോധിച്ചു. നോക്കൂ, ഈ പൈപ്പുകൾ വഴി അവർ രാസവസ്തുക്കൾ കാറ്റിലേക്ക് സ്പ്രേ ചെയ്യുകയാണ്. ഇതൊരു ഓട്ടോമേറ്റഡ് സിസ്റ്റമാണ്. രുദ്രൻ ഗുഹയുടെ നടുവിൽ പോയി അനങ്ങാതെ നിന്നു. 10 മിനിറ്റോളം ആ നിശബ്ദതയിൽ അവൻ ലയിച്ചു. രുദ്രന്റെ മെഡിറ്റേഷൻ, കാറ്റിന്റെ ദിശയും യന്ത്രങ്ങളുടെ താളവും അവൻ തന്റെ മനസ്സിൽ കോറിയിട്ടു. കുഞ്ഞുമോൻ, ആ മൂലയിലുള്ള വലിയ പെട്ടി ശ്രദ്ധിച്ചോ? അതൊരു ജനറേറ്ററാണ്. അതിന് താഴെ ചെളിപുരണ്ട ചില കാൽപ്പാടുകളുണ്ട്. കൊലപാതകി ഇതിലൂടെയാണ് പുറത്തേക്ക് പോയത്. കണ്ണു തുറന്ന് രുദ്രൻ പറഞ്ഞു. ഫെലിക്സ് ഒരു മേശപ്പുറത്തിരുന്ന പഴയ കുപ്പികൾ നിരീക്ഷിച്ചു. അതിലൊരു ലേബൽ പകുതി കീറിയ നിലയിലായിരുന്നു. പ്രൊജക്ട് നിർവാണ. രുദ്ര, ഈ രാസവസ്തുക്കൾ സെനിത് ഫാർമയുടേതാണ്. അവരിവിടെ ഒരു ഹ്യൂമൻ ട്രയൽ നടത്തുകയായിരുന്നു. മൃഗങ്ങൾക്ക് പകരം മനുഷ്യനെ ഇരയാക്കിയുള്ള പരീക്ഷണം. അപ്പോഴാണ് കുഞ്ഞുമോൻ ഗുഹയുടെ ഒരു ഇരുണ്ട മൂലയിലേക്ക് ടോർച്ച് തെളിച്ചത്. സാറേ, അവിടെ നോക്കൂ, ആരോ ഇരിക്കുന്നു. രുദ്രനും ഫെലിക്സും അങ്ങോട്ട് കുതിച്ചു. അവിടെ ഒരു കമ്പ്യൂട്ടർ ടെർമിനലിന് മുന്നിൽ ഒരാൾ തല ചായ്ച്ചിരിക്കുന്നുണ്ടായിരുന്നു. അത് രാഹുലായിരുന്നു, ചിന്നമ്മയുടെ മകൻ. രാഹുൽ. രുദ്രൻ തന്റെ തോളിൽ തൊട്ടു. രാഹുൽ ഞെട്ടിയുണർന്നു. അയാളുടെ കണ്ണുകൾ ചുവന്നിരുന്നു. മുഖത്തു വല്ലാത്തൊരു ഭ്രാന്തമായ ഭാവമായിരുന്നു. നിങ്ങൾ വൈകിപ്പോയി രുദ്രൻ. പരീക്ഷണം പൂർത്തിയായി കഴിഞ്ഞു. കാറ്റിപ്പോൾ എല്ലാ സത്യങ്ങളും മായ്ച്ചു കളയും. രാഹുൽ തന്റെ കയ്യിലിരുന്നൊരു റിമോട്ട് ഉയർത്തിപ്പിടിച്ചു. ഈ ഗുഹ ഇപ്പോൾ ഒരു വലിയ വിഷവാതക അറയായി മാറും. ആർക്കും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. രാഹുൽ, നിന്റെ അമ്മ മരിച്ചത് ഈ വിഷം ശ്വസിച്ചാണ്. നീ സ്വന്തം ഗോത്രത്തെയാണ് കൊലയ്ക്ക് കൊടുത്തത്. രാഹുൽ ചിരിച്ചു. ആ ചിരിയിൽ വല്ലാത്തൊരു വേദനയുണ്ടായിരുന്നു. അതൊരു തെറ്റായിരുന്നു രുദ്രൻ. പരീക്ഷണം കൈവിട്ടുപോയി. പക്ഷെ ഇപ്പോൾ എല്ലാം ശരിയാകും. രുദ്ര, നമുക്കിവിടുന്ന് മാറണം. സിസ്റ്റം ലോക്ക്ഡൌൺ മോഡിലേക്ക് പോയി. ഫെലിക്സ് പരിഭ്രാന്തിയോടെ തന്റെ ലാപ്ടോപ്പിൽ വിരലുകൾ ഓടിച്ചു. രുദ്രൻ ഒട്ടും സമയം കളഞ്ഞില്ല. അവൻ കുഞ്ഞുമോനെ നോക്കി. കുഞ്ഞുമോൻ, ആ ജനറേറ്ററിന്റെ മെയിൻ കേബിൾ മാറ്റൂ. ഫെലിക്സ്, നീ വെന്റിലേഷൻ സിസ്റ്റം ഓവർറൈഡ് ചെയ്യാൻ നോക്കൂ. കുഞ്ഞുമോൻ തന്റെ കൈക്കരുത്ത് പുറത്തെടുത്തു. അവൻ ജനറേറ്ററിനടുത്തേക്ക് കുതിച്ചു. ഭാരമേറിയ ലോഹപ്പാളികൾ അവൻ തന്റെ കൈകൾ കൊണ്ട് വലിച്ചു മാറ്റി. സാറേ, ഇത് നല്ല കടുപ്പമാണ്. പക്ഷെ ഇടുക്കിയിലെ മണ്ണ് ചുമന്ന ഈ കൈകൾക്ക് ഇതിലും വലിയ ഭാരമൊന്നും പ്രശ്നമല്ല. ഫെലിക്സ് വിയർത്ത് കുളിച്ച് ലാപ്ടോപ്പിൽ ഒരു കമാൻഡ് ടൈപ്പ് ചെയ്തു. ആക്സസ് ഡിനൈഡ്. രുദ്ര, എനിക്ക് പാസ്വേഡ് കിട്ടുന്നില്ല. രുദ്രൻ രാഹുലിന്റെ കയ്യിലിരുന്ന റിമോട്ട് തട്ടിപ്പറിച്ചു. അവൻ തന്റെ UV ലൈറ്റ് രാഹുലിന്റെ വിരലുകളിൽ തെളിച്ചു. ഫെലിക്സ്, 7391. രാഹുലിന്റെ വിരലുകളിലെ രാസവസ്തുക്കളുടെ അംശം ആ കീബോർഡിലുണ്ട്. അതായിരിക്കണം പാസ്വേഡ്. ഫെലിക്സ് വേഗത്തിൽ ആ അക്കങ്ങൾ ടൈപ്പ് ചെയ്തു. സൈറൺ നിലച്ചു. പൈപ്പുകളിലൂടെയുള്ള ഗ്യാസ് പ്രവാഹം നിന്നു.
ഗുഹ വീണ്ടും നിശബ്ദമായി. രാഹുൽ തറയിലേക്ക് തളർന്നിരുന്നു. അവൻ കരയാൻ തുടങ്ങി. എനിക്ക് പണം വേണമായിരുന്നു രുദ്രൻ, പക്ഷെ ഇത്രയും വലിയൊരു പാപം എന്റെ കൈകൊണ്ടുണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല. സത്യം എപ്പോഴും നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുണ്ടാകും രാഹുൽ, പക്ഷെ നീ നോക്കിയത് ദൂരെയുള്ള പണത്തിന്റെ നിഴലുകളിലേക്കായിരുന്നു. കുഞ്ഞുമോൻ രാഹുലിനെ വിലങ്ങുവെച്ചു. സാറേ, ഇവനെ ഇനി ലോക്കപ്പിലിട്ട് ഞാൻ നല്ല കടുപ്പത്തിൽ ചുക്കുകാപ്പി കൊടുക്കാം. ഈ ചെയ്ത പാപത്തിന് അതെങ്കിലും ഒരു ശിക്ഷയാകട്ടെ. പക്ഷെ ഗുഹയുടെ വെളിയിൽ അപ്പോഴും ഡ്രോണുകളുടെ ഇറമ്പൽ കേൾക്കാമായിരുന്നു. സെനിത് ഫാർമയുടെ അധികൃതർ പണി നിർത്തിയിട്ടില്ല എന്ന് രുദ്രന് മനസ്സിലായി. ഫെലിക്സ്, ഈ ഡേറ്റ മുഴുവൻ കോപ്പി ചെയ്യൂ. നമുക്കിവിടുന്ന് മാറണം. യഥാർത്ഥ വില്ലന്മാർ പുറത്ത് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. വയനാട്ടിലെ ആ താഴ്വരയിൽ പുതിയൊരു യുദ്ധത്തിന് കാഹളം മുഴങ്ങി. രാഹുലിനെ പിടികൂടിയെങ്കിലും ഈ വലിയ ഗൂഢാലോചനയുടെ ചുരുളഴിയാൻ ഇനിയും പലതും ബാക്കിയുണ്ട്. രുദ്രന്റെ ബുദ്ധി ഇപ്പോൾ അടുത്ത നീക്കത്തിനായി തയ്യാറെടുക്കുകയാണ്. മൃത്യുവിന്റെ ഗുഹയ്ക്കുള്ളിലെ ആ തണുത്ത അന്തരീക്ഷത്തിൽ രാഹുലിനെ കെട്ടിയിട്ട ശേഷം രുദ്രനും സംഘവും താൽക്കാലികമായി ഒന്ന് വിശ്രമിക്കാൻ തീരുമാനിച്ചു. പുറത്തു മഞ്ഞ് കണക്കുകയാണ്. ഗുഹയുടെ കവാടത്തിൽ കാവൽ നിൽക്കുന്ന കുഞ്ഞുമോൻ തന്റെ കയ്യിലുള്ള ടോർച്ച് ഇടയ്ക്കിടെ കാട്ടിലേക്ക് തെളിക്കുന്നുണ്ട്. രുദ്രൻ ഗുഹയിലെ ഒരു കരിങ്കൽ തിണ്ണയിലിരുന്നു. അയാളുടെ മുട്ടുവേദന ഇപ്പോൾ അസഹനീയമായി മാറിക്കഴിഞ്ഞിരുന്നു. അയാൾ തന്റെ ഫ്ലാസ്ക് എടുത്തു. അതിൽ കാപ്പി തീർന്നുപോയിരുന്നു. രുദ്രൻ ഒരു ദീർഘശ്വാസം വിട്ടു. കാപ്പിയില്ലാതെ അയാളുടെ ചിന്തകൾക്ക് മൂർച്ച കുറയുന്നതുപോലെ അയാൾക്ക് തോന്നി. സാറേ, ഇതാ ഒരു കഷ്ണം കരിപ്പെട്ടി. കുഞ്ഞുമോൻ അടുത്തേക്ക് വന്നു. കാപ്പി തീർന്നെന്നെനിക്കറിയാം. ഈ കരിപ്പെട്ടി ഒന്ന് കടിച്ചു നോക്ക്, നല്ല ഉന്മേഷം കിട്ടും. എന്റെ ഇടുക്കിയിലെ അപ്പൂപ്പൻ പറയും, കാട്ടിൽ പോകുമ്പോൾ കയ്യിൽ എപ്പോഴും മധുരം കരുതണമെന്ന്. അത് നമ്മുടെ ശരീരത്തിനൊരു കവചമാണ്. രുദ്രൻ ആ കരിപ്പെട്ടി കഷ്ണം വാങ്ങി പതുക്കെ ചവച്ചു. അതിന്റെ മധുരം അയാളുടെ ഞരമ്പുകളെ ഒന്നുണർത്തി. നന്ദി കുഞ്ഞുമോൻ. ഫെലിക്സ്, ആ ഡാറ്റയുടെ അവസ്ഥ എന്താണ്? ഫെലിക്സ് ഗുഹയിലെ ആ പഴയ കമ്പ്യൂട്ടറിൽ തന്റെ കേബിളുകൾ ഘടിപ്പിച്ച് വിയർത്ത് കുളിച്ചിരിക്കുകയായിരുന്നു. രുദ്ര, ഇതൊരു സാധാരണ ഡേറ്റാ ബാങ്ക് അല്ല. സന്ദീപ് വർമ്മയും രാഹുലും ചേർന്ന് വളരെ സങ്കീർണമായ ഒരു എൻക്രിപ്ഷനാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ സ്കോട്ട്ലൻഡ് യാർഡിലെ സൈബർ ഫോറൻസിക് വിങ്ങിൽ ഞാൻ പഠിച്ച ആ ബ്രൂട്ട് ഫോഴ്സ് ടെക്നിക് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. 90% കഴിഞ്ഞു. കണ്ടെത്തി. രുദ്ര നോക്കൂ, ഫെലിക്സ് ആവേശത്തോടെ വിളിച്ചു. സ്ക്രീനിൽ തെളിഞ്ഞ വിവരങ്ങൾ കണ്ട് രുദ്രന്റെ കണ്ണുകൾ വിടർന്നു. പ്രോജക്റ്റ് നിർവാണ. അതൊരു വെറുമൊരു മരുന്ന് പരീക്ഷണമല്ലായിരുന്നു. വൻകിട മരുന്ന് കമ്പനിയായ സെനിത് ഫാർമ വയനാട്ടിലെ ഈ വനമേഖലയെ തങ്ങളുടെ ഒരു വലിയ പരീക്ഷണശാലയാക്കി മാറ്റിയിരിക്കുകയാണ്. രുദ്ര, ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഈ ലാബിന്റെ ഓരോ ചലനങ്ങളും നിയന്ത്രിച്ചിരുന്നത് രാഹുലായിരുന്നു. അവനൊരു കെമിസ്റ്റായി അവിടെ ജോലി ചെയ്യുകയായിരുന്നു. ചിന്നമ്മ മരിച്ചത് സ്വന്തം മകൻ തന്നെ അയച്ച വിഷവാതകം ശ്വസിച്ചാണെന്നോ? ഫെലിക്സിന്റെ ശബ്ദത്തിൽ വല്ലാത്തൊരറപ്പുണ്ടായിരുന്നു. രുദ്രൻ രാഹുലിന്റെ അടുത്തേക്ക് നടന്നു. അവൻ തല താഴ്ത്തി കരയുകയായിരുന്നു. രാഹുൽ, നീ നിന്റെ സ്വന്തം ഗോത്രത്തെയാണ് വിറ്റത്. നിനക്ക് പണം അത്രയ്ക്ക് വലുതായിരുന്നോ? രാഹുൽ വിതുമ്പലോടെ തലയുയർത്തി. അല്ല രുദ്രൻ സാർ, എനിക്ക് ഈ ഊരിലെ ദാരിദ്ര്യം മാറ്റണമെന്നുണ്ടായിരുന്നു. സെനിത് ഫാർമക്കാർ പറഞ്ഞു അവർ ഇവിടെ ഒരു ഹോസ്പിറ്റൽ പണിയുമെന്ന്. പക്ഷെ പകരം അവർ നിർമ്മിച്ചത് ഈ മരണക്കുഴിയാണ്. എന്റെ അമ്മ ആ രാത്രി മാധവൻ മൂപ്പന്റെ കൂടെ ആ ഭൂപടം നോക്കാൻ പോയതാണ്. എനിക്കതറിയില്ലായിരുന്നു. രുദ്രൻ ഗുഹയിലെ ഒരു രഹസ്യ അറയിൽ നിന്ന് ഒരു പഴയ ഡയറി കണ്ടെടുത്തു. രാഹുലിന്റെ ഡയറി. അതിൽ ഓരോ മരണത്തെക്കുറിച്ചും വളരെ ക്ലിനിക്കലായ രീതിയിൽ എഴുതിയിരുന്നു. സബ്ജക്റ്റ് 001 മാധവൻ, റെസ്പിറേറ്ററി ഫെയിലിയർ ഇൻ 45 സെക്കൻഡ്സ്. ഓരോ പേജും മനം പിരട്ടുന്ന ക്രൂരതയുടെ സാക്ഷ്യപത്രമായിരുന്നു. ഒരു മനുഷ്യന്റെ ഉള്ളിലെ അത്യാഗ്രഹം അവനെ സ്വന്തം രക്തത്തെപ്പോലും തിരിച്ചറിയാത്ത ഒരു മൃഗമാക്കി മാറ്റുന്നത് എത്ര ഭയാനകമാണ്. സാറേ, മഞ്ഞ് നീങ്ങുന്നുണ്ട്. കുഞ്ഞുമോൻ പുറത്തുനിന്നും വിളിച്ചു പറഞ്ഞു. രുദ്രൻ പുറത്തേക്ക് നോക്കി. മഞ്ഞു പതുക്കെ താഴേക്ക് അമരുകയാണ്. പക്ഷേ ആ മഞ്ഞിനുള്ളിൽ നിന്ന് പുതിയ നിഴലുകൾ ഉയരുന്നത് അയാൾ കണ്ടു. ഒരു കറുത്ത SUV ദൂരെ മല കയറി വരുന്നത് അയാൾ കണ്ടു. ഫെലിക്സ്, സെനിത് ഫാർമയുടെ ആളുകൾ എത്തുകയാണ്. രാഹുൽ വെറുമൊരു കണ്ണി മാത്രമാണ്. അവന് പിന്നിൽ വലിയ ശക്തികളുണ്ട്. നമുക്കിവിടുന്ന് മാറണം. അവർ ഇപ്പോൾ വനത്തിന്റെ മറുഭാഗത്തുള്ള റിസോർട്ടിൽ ഒളിച്ചിരിക്കുകയാണെന്ന് ഈ GPS സിഗ്നലുകൾ പറയുന്നു. സാറേ, വണ്ടി റെഡിയാണ്. നമുക്കവരെ പിടിക്കാം. കുഞ്ഞുമോൻ ആവേശത്തോടെ തന്റെ വടിയെടുത്തു. ഫെലിക്സ് വേഗത്തിൽ തന്റെ ലാപ്ടോപ്പ് ബാഗിലേക്ക് ഒതുക്കി. രുദ്ര, എന്റെ വാഗസ് നെർവ് ഇപ്പോൾ വല്ലാതെ പിടയ്ക്കുന്നുണ്ട്. അതൊരു വലിയ അപകടത്തിന്റെ സൂചനയാണ്. സ്കോട്ട്ലൻഡ് യാർഡിലെ എന്റെ പഴയ ഇൻസ്ട്രക്ടർ പറയും, വില്ലൻ തന്റെ മടയിലിരിക്കുമ്പോൾ അവനെ ആക്രമിക്കുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണെന്ന്. രുദ്രൻ പതുക്കെ ചിരിച്ചു. ഇവിടെ നമ്മൾ ആക്രമിക്കപ്പെടുകയല്ല, നമ്മൾ വേട്ടയാടുകയാണ്. കുഞ്ഞുമോൻ, ബൊലേറോ എടുക്കൂ. വയനാട്ടിലെ ഈ മന്ത്രിക്കുന്ന നിഴലുകൾക്ക് ഇനി അധിക നേരം ഒളിച്ചിരിക്കാൻ കഴിയില്ല. വണ്ടി മലയിറങ്ങി അതിവേഗത്തിൽ റിസോർട്ട് ലക്ഷ്യമാക്കി കുതിച്ചു.
മഞ്ഞിനുള്ളിലെ ആ യഥാർത്ഥ മുഖം കാണാൻ രുദ്രൻ തയ്യാറായി കഴിഞ്ഞിരുന്നു. സത്യമൊരു വലിയ മഞ്ഞുകല പോലെയാണ്, അതിൻ്റെ ഒരു ഭാഗം മാത്രമേ പുറത്തു കാണൂ എന്ന് രുദ്രൻ ഓർത്തു. പക്ഷേ ആ മഞ്ഞുകലയെ ഉരുക്കാൻ പാലക്കാടൻ വെയിലിൻ്റെ ചൂടുള്ള തൻ്റെ ബുദ്ധിക്ക് കഴിയുമെന്ന് അയാൾക്കുറപ്പായിരുന്നു. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ വയനാടൻ കാട് വല്ലാത്തൊരു നിഗൂഢത പുതച്ചുകിടക്കുകയായിരുന്നു. രുദ്രൻ ബൊലേറയുടെ സ്റ്റിയറിംഗിൽ മുറുകെ പിടിച്ചിരുന്നു. അയാളുടെ കണ്ണുകൾ മഞ്ഞുകാലത്തെ മൂടൽമഞ്ഞിനെ കീറിമുറിച്ച് മുന്നോട്ട് പായുകയാണ്. പുറകിലെ സീറ്റിൽ രാഹുൽ കൈവിലങ്ങുകളുമായി തലതാഴ്ത്തിയിരിക്കുന്നു. ഫെലിക്സ് തന്റെ ലാപ്ടോപ്പിൽ അവസാന നിമിഷത്തെ ഡാറ്റാ പാക്കറ്റുകൾ ക്രോസ് വെരിഫൈ ചെയ്യുന്ന തിരക്കിലാണ്. രുദ്ര, ഈ ഡാറ്റയിൽ ഞാൻ കാണുന്നത് ഭയാനകമായ ചില സത്യങ്ങളാണ്. ഫെലിക്സ് തന്റെ കണ്ണടയൊന്ന് ശരിയാക്കി പറഞ്ഞു. സെനിത് ഫാർമയുടെ ഡയറക്ടർ ഡോക്ടർ ശേഖർ മേനോൻ വെറുമൊരു മരുന്ന് കച്ചവടക്കാരനല്ല. അയാൾ ഈ കാടിനെ ഒരു ലൈവ് ലാബായി ഉപയോഗിക്കുകയായിരുന്നു. ഈ റിസോർട്ട് എന്നത് അവരുടെ ഒരു കമാൻഡ് സെന്ററാണ്. അവിടെ ഇരുന്നാണ് അവർ ഓരോ ഡ്രോണിൻ്റെയും ചലനങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. കുഞ്ഞുമോൻ ജനലിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി. സാറേ, ഈ വലിയ മനുഷ്യർക്ക് പാവപ്പെട്ട ആദിവാസികളുടെ ജീവന് ഒരു വിലയുമില്ലേ? വള്ളിയമ്മ പറഞ്ഞത് എത്ര ശരിയാ. കാടിൻ്റെ മക്കൾക്ക് കാട് മാത്രമേ ഉള്ളൂ. നഗരത്തിൽ നിന്ന് വരുന്നവർക്ക് എല്ലാം കച്ചവടമാണ്. അതാണ് കുഞ്ഞുമോൻ പണത്തിൻ്റെ നിറം. അതിന് പ്രകൃതിയുടെ പച്ചപ്പോ മനുഷ്യന്റെ ചോരയുടെ ചുവപ്പോ തിരിച്ചറിയാൻ കഴിയില്ല. ഫെലിക്സ്, റിസോർട്ടിലെ സെക്യൂരിറ്റി സിസ്റ്റം നീ ഹാക്ക് ചെയ്തോ? അതൊരു വലിയ വെല്ലുവിളിയാണ് രുദ്ര. സ്കോട്ട്ലൻഡ് യാർഡിലെ എൻ്റെ ട്രെയിനിങ്ങിൽ ഞാൻ കണ്ടതിനേക്കാൾ സങ്കീർണമായൊരു എൻക്രിപ്റ്റഡ് ഗേറ്റാണ് അവിടെയുള്ളത്. എങ്കിലും ഞാൻ അവരുടെ മെയിൻ സെർവറിലേക്ക് നുഴഞ്ഞുകയറാൻ ഒരു ബാക്ക് ഡോർ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ എത്തുമ്പോഴേക്കും എനിക്ക് അവരുടെ ക്യാമറകൾ സ്തംഭിപ്പിക്കാൻ കഴിയും. കുഞ്ഞുമോൻ തൻ്റെ പോക്കറ്റിൽ നിന്നൊരു ചെറിയ പാക്കറ്റ് എടുത്തു. സാറേ, ഈ ടെൻഷൻ അടിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വിശപ്പാണ്. ഇതാ, കുറച്ച് കപ്പലണ്ടി വറുത്തതുണ്ട്. ഡോക്ടറെ, ലണ്ടനിലെ ഹൈജീനൊക്കെ നോക്കിയിരുന്നാൽ ഈ വയനാടൻ തണുപ്പിൽ തളർന്നു പോകും. ഇതാ, കുറച്ചെടുക്ക്. കുഞ്ഞുമോൻ, നമ്മളൊരു അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ നടുവിലാണ്. അവിടെ നിനക്ക് കപ്പലണ്ടി തിന്നാൻ എങ്ങനെ തോന്നുന്നു? എൻ്റെ വാഗസ് നെർവ് ഇപ്പോൾ വല്ലാതെ പിടയ്ക്കുന്നുണ്ട്. അതൊരു വലിയ അപകടത്തിൻ്റെ സൂചനയാണ്. സ്കോട്ട്ലൻഡ് യാർഡിൽ ഞങ്ങൾ ഓപ്പറേഷൻ സമയത്ത് ലിക്വിഡ് ഡയറ്റാണ് പിന്തുടരാറുള്ളത്. ഡോക്ടറെ, നിങ്ങളുടെ ആ ലിക്വിഡ് ഡയറ്റും വാഗസ് നെർവൊക്കെ ഇരിക്കട്ടെ, ഈ കപ്പലണ്ടിയിൽ അല്പം ഉപ്പും മുളകും കൂടുതൽ ചേർത്തിട്ടുണ്ട്. ഇത് കഴിച്ചാൽ വല്ലാത്തൊരു ധൈര്യം കിട്ടും. കുഞ്ഞുമോൻ ഒരു പിടി കപ്പലണ്ടി ഫെലിക്സിന്റെ കയ്യിലേക്ക് നിർബന്ധിച്ചു നൽകി. ഫെലിക്സ് അത് വാങ്ങി നോക്കി പതുക്കെ ചിരിച്ചു. ശരി, നിന്റെ നിർബന്ധമാണല്ലോ. രുദ്രൻ വണ്ടി ഒരു വളവിൽ നിർത്തി. ദൂരെ കാടിനു നടുവിൽ കൊട്ടാരം പോലെ തിളങ്ങുന്ന സെനിത് റിട്രീറ്റ് റിസോർട്ട് കാണാമായിരുന്നു. ചുറ്റും കനത്ത മതിൽക്കെട്ടുകൾ, സെക്യൂരിറ്റി ഗേറ്റിൽ തോക്കേന്തിരുന്ന ആർഡുകൾ. ഫെലിക്സ്, നൗ, രുദ്രൻ നിർദ്ദേശിച്ചു. ഫെലിക്സ് തന്റെ ലാപ്ടോപ്പിൽ ഒരു കമാൻഡ് ടൈപ്പ് ചെയ്തു. റിസോർട്ടിലെ എല്ലാ ലൈറ്റുകളും ഒരേ സമയം അണഞ്ഞു. കനത്ത ഇരുട്ടിലേക്ക് ആ വലിയ കെട്ടിടം മുങ്ങിപ്പോയി. കുഞ്ഞുമോൻ, രാഹുലിനെ വണ്ടിയിൽ തന്നെ ഇരുത്തി പൂട്ടിയിടുക. നീ ബാക്ക് ഗേറ്റിലൂടെ കയറി സെർവർ റൂമിലെ പവർ സപ്ലൈ കട്ട് ചെയ്യണം. ഞാൻ മെയിൻ എൻട്രൻസിലൂടെ പോകാം. രുദ്രൻ തന്റെ കറുത്ത കോട്ടിനുള്ളിൽ നിന്ന് ബാക്കപ്പ് ടോർച്ച് എടുത്തു. അവർ വണ്ടിയിൽ നിന്നിറങ്ങി നിശബ്ദമായി നീങ്ങി. രുദ്രൻ മതിലുകൾക്കിടയിലൂടെ നിഴലായി മാറി. അയാളുടെ കാൽപ്പാടുകൾക്ക് ശബ്ദമില്ലായിരുന്നു. പാലക്കാടിലെ കാടുകളിൽ പയറ്റിയ ആ പഴയ വേട്ടക്കാരന്റെ അടവുകൾ അയാൾ പുറത്തെടുത്തു. റിസോർട്ടിനുള്ളിൽ പരിഭ്രാന്തി പടർന്നിരുന്നു. ജനറേറ്ററുകൾ പ്രവർത്തിക്കാൻ വൈകിയ ആ നിമിഷങ്ങൾ രുദ്രൻ മുതലാക്കി. അയാൾ മെയിൻ ഹാളിലേക്ക് ഇറച്ചുകയറി. അവിടെ ഡോക്ടർ ശേഖർ മേനോൻ തന്റെ ലാപ്ടോപ്പിലെ ഡാറ്റ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. നിങ്ങൾ വൈകിപ്പോയി ശേഖർ മേനോൻ. രുദ്രന്റെ ശബ്ദം ആ വലിയ മുറിയിൽ മുഴങ്ങി. ശേഖർ മേനോൻ ഞെട്ടിപ്പോയി. അയാൾ തന്റെ ടേബിളിനടുകിൽ നിന്നൊരു ചെറിയ പിസ്റ്റൾ പുറത്തെടുത്തു. രുദ്ര, നിനക്ക് ഈ ഡാറ്റ കിട്ടില്ല. ഇത് നശിപ്പിച്ചാൽ എനിക്കെതിരെ ഒരു തെളിവും ഉണ്ടാവില്ല. ആ ആദിവാസികൾ മരിച്ചതൊരു പ്രകൃതി ദുരന്തം മാത്രമാണ്. പ്രകൃതി ദുരന്തമോ? രുദ്രൻ പതുക്കെ മുന്നോട്ട് നടന്നു. അയാൾക്ക് തോക്കിന് ഭയമില്ലായിരുന്നു. നീ നിർമ്മിച്ച വിൻഡ് ടണലുകളും നിന്റെ ഡ്രോണുകളും ആ പച്ചപ്പൊടിയുമെല്ലാം ഞങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. ഫെലിക്സ് ഇതിനകം തന്നെ ഈ വിവരങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ചു കഴിഞ്ഞു. അപ്പോഴാണ് ഫെലിക്സ് ഹാളിലേക്ക് കയറി വന്നത്. അവന്റെ കയ്യിലൊരു വയർലെസ് മോഡമുണ്ടായിരുന്നു. ഡോക്ടർ ശേഖർ, നിങ്ങളുടെ ഫയർവാൾ ഒരു വലിയ തമാശയായിരുന്നു. സ്കോട്ട്ലൻഡ് യാർഡിലെ ഒരു തുടക്കക്കാരന് പോലും ഇത് തകർക്കാൻ കഴിയും. നിങ്ങൾ പരീക്ഷിക്കാൻ ശ്രമിച്ച ആ പ്രൊജക്ട് നിർവ്വാണ ഇപ്പോൾ ലോകത്തിനു മുന്നിൽ വെളിപ്പെട്ടു കഴിഞ്ഞു. ശേഖർ മേനോൻ വിറയ്ക്കാൻ തുടങ്ങി. അയാൾ തോക്ക് രുദ്രന് നേരെ ചൂണ്ടി. എങ്കിൽ നീ ഇത് കണ്ടിട്ട് പോകണ്ട. പെട്ടെന്ന് മുറിയുടെ മറുവശത്തുനിന്ന് വലിയൊരു ശബ്ദം കേട്ടു. കുഞ്ഞുമോനൊരു കസേരയുമായി ജനൽ ഗ്ലാസ് തകർത്തകത്തു ചാടി. നിർത്തു സാറേ. ആ അപ്രതീക്ഷിത നീക്കത്തിൽ ശേഖർ മേനോൻ പകച്ചുപോയി. രുദ്രൻ ആ നിമിഷം ഉപയോഗിച്ച് അയാളുടെ കൈത്തണ്ടിയിൽ ആഞ്ഞു പ്രഹരിച്ചു. തോക്ക് നിലത്ത് വീണു. രുദ്രൻ ശേഖർ മേനോനെ ഒരു ജൂഡോ ത്രോ വഴി നിലത്തറി. കുഞ്ഞുമോൻ ഓടിച്ചെന്ന് ശേഖർ മേനോന്റെ കയ്യിൽ വിലങ്ങുവെച്ചു. സാറേ, ഇവൻ ഇത്രയേ ഉള്ളോ?
ആ ഡ്രോണും വിഷപ്പൊടിയൊക്കെ കാണിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇവൻ ഏതോ വലിയ വീരനാണെന്ന്. ഹാളിലെ ലൈറ്റുകൾ വീണ്ടും തെളിഞ്ഞു. പോലീസ് ജീപ്പുകളുടെ സൈറണുകൾ ദൂരെ നിന്നു കേൾക്കാമായിരുന്നു. വയനാടിന്റെ ആ താഴ്വരയിൽ നീതിയുടെ പ്രഭാതം ഉദിക്കുകയായിരുന്നു. അല്പസമയത്തിനു ശേഷം ഫെലിക്സ് തന്റെ ലാപ്ടോപ്പ് ബാഗ് ഒതുക്കിവെച്ചു. കുഞ്ഞുമോൻ വണ്ടിക്ക് സമീപം നിന്ന് വള്ളിയമ്മ നൽകിയ ഉണ്ണിയപ്പം കഴിക്കുന്നു. രുദ്ര, നമ്മൾ ജയിച്ചു അല്ലേ? ഫെലിക്സ് ചോദിച്ചു. നമ്മളൊരു വലിയ വിപത്ത് ഒഴിവാക്കി ഫെലിക്സ്. പക്ഷേ മാധവൻ മൂപ്പനെപ്പോലുള്ള പാവ മനുഷ്യരുടെ ജീവൻ നമുക്ക് തിരിച്ചു നൽകാൻ കഴിയില്ല. രാഹുലെപ്പോലെയുള്ളവർ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. പണം കൊണ്ട് നമുക്ക് ആഹാരം വാങ്ങാം, പക്ഷേ വിശപ്പ് മാറ്റാനുള്ള കൃപ പ്രകൃതിയിൽ നിന്നേ ലഭിക്കൂ. രുദ്രൻ തന്റെ ഡയറി തുറന്നു. അതിൽ അവസാനത്തെ വരി അവൻ എഴുതി. കാറ്റിപ്പോൾ ശാന്തമാണ്. നിഴലുകൾ മാഞ്ഞുപോയിരിക്കുന്നു. വയനാട് വീണ്ടും മഞ്ഞുപുതച്ചുറങ്ങാൻ പോവുകയാണ്. പക്ഷേ ആ കാറ്റിനിപ്പോൾ ഒരു പുതിയ കഥ പറയാനുണ്ട്. നീതിയുടെ കഥ. കേസ് ക്ലോസ്ഡ്. രുദ്രൻ തന്റെ മഹീന്ദ്ര ബൊലേറയുടെ മുൻസീറ്റിലേക്ക് കയറി. വണ്ടി പതുക്കെ മലയിറങ്ങി തുടങ്ങി. കൊച്ചിയിലേക്കോ പാലക്കാടേക്കോ ഉള്ള യാത്രയല്ല ഇത്, മറിച്ച് പുതിയൊരു രഹസ്യത്തിലേക്കുള്ള തുടക്കമാണെന്ന് രുദ്രൻ അറിയാമായിരുന്നു. ഫെലിക്സിന്റെ ശാസ്ത്രവും കുഞ്ഞുമോന്റെ പ്രായോഗിക ബുദ്ധിയും രുദ്രന്റെ ഉൾക്കാഴ്ചയും ചേർന്ന് മറ്റൊരു വലിയ കറുത്ത അധ്യായം കൂടി വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. നമ്മൾ കരുതുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധം തോക്കോ ബോംബോ ആണെന്നാണ്. എന്നാൽ അതിലും ഭയാനകമായൊന്നുണ്ട്. നല്ല ഉദ്ദേശങ്ങൾ. രാഹുലിന് പണം വേണ്ടായിരുന്നു. സ്വന്തം ഗോത്രത്തിന് ഒരാശുപത്രി മാത്രമായിരുന്നു അവന്റെ സ്വപ്നം. ആ നിഷ്കളങ്കമായ സ്നേഹത്തെയാണ് ഡോക്ടർ ശേഖർ മേനോൻ ഒരു ചൂണ്ടക്കൊളുത്താക്കി മാറ്റിയത്. സ്വന്തം മകനെ വിശ്വസിച്ചതാണ് ആ കാടിന്റെ മക്കൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ആ വൻകിട മരുന്ന് കമ്പനിക്ക് അവർ വെറും പരീക്ഷണ വസ്തുക്കൾ മാത്രമായിരുന്നു. അവർക്ക് വേണ്ടത് രാഹുലിനെയല്ല, രാഹുലിലൂടെ അവർക്ക് കിട്ടുന്ന ആ ഗോത്രത്തിന്റെ വിശ്വാസത്തെയായിരുന്നു. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളെ രക്ഷിക്കാൻ വരുന്നവർ തന്നെ നിങ്ങളെ പരീക്ഷണ വസ്തുവാക്കുകയാണെങ്കിലോ? നിങ്ങളുടെ ജീവൻ രക്ഷിക്കുമെന്ന് കരുതി നിങ്ങൾ വിഴുങ്ങുന്ന ഓരോ മരുന്നിനു പിന്നിലും ഇതുപോലെ എത്രയെത്ര മനുഷ്യരുടെ നിലവിളികൾ ഒളിഞ്ഞുകിടപ്പുണ്ടാകും. ഇരുട്ട് ആ വയനാടൻ കാട്ടിൽ മാത്രമല്ല, അത് നിങ്ങളുടെ തൊട്ടടുത്തുമുണ്ട്. ഈ ലോകം മുഖം മൂടികളണിഞ്ഞ ചെന്നായ്ക്കളുടെ ഒരു വലിയ കെണിയാണ്. ആ കെണിയിൽ വീഴാതിരിക്കാൻ നിങ്ങൾക്ക് ഈ ഇരുണ്ട സത്യങ്ങൾ അറിഞ്ഞേ മതിയാകൂ. മൂടിവയ്ക്കപ്പെടുന്ന ഇത്തരം കൊടും ക്രൂരതകളുടെ ചുരുളലിക്കാൻ, നിങ്ങളുടെ കണ്ണു തുറപ്പിക്കാൻ കുറ്റാന്വേഷണം 360 ഈ യാത്ര തുടരുകയാണ്. അറിയാത്ത രഹസ്യങ്ങളാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ വേട്ടയാടുക. ഇരുട്ടിലെ കളികളറിയാൻ ഇപ്പോൾ തന്നെ കുറ്റാന്വേഷണം 360 സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ഐക്കൺ അമർത്തുക. രാഹുലിനെ പോലെ സ്നേഹം കൊണ്ട് ചതിക്കപ്പെട്ടവരെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. സത്യങ്ങൾ എപ്പോഴും മൂടിവയ്ക്കപ്പെടാനുള്ളതല്ല. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സുരക്ഷയ്ക്കായി ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. കുറ്റാന്വേഷണം 360 ചേരൂ. കാരണം